ഉക്രൈൻ F-16 വിമാനങ്ങൾക്കായി കാത്തിരിക്കുമ്പോൾ അവർ ഈ വിമാനങ്ങൾ എവിടെയാണ് പ്രവർത്തിപ്പിക്കുക, എവിടെ ഓപ്പറേറ്റ് ചെയ്യും, എങ്ങനെ പ്രവർത്തിപ്പിക്കും? എല്ലാവരിലും ഉണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു ഇത്. അതിനുള്ള ഉത്തരം ഇപ്പോൾ കിട്ടിത്തുടങ്ങിയിരിക്കുന്നു. ഈ F-16 വിമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം റഷ്യക്കെതിരായ പ്രത്യാക്രമണം നടത്താൻ അവരിത് കാർഖീവ് മേഖലയിൽ ഉപയോഗിക്കാൻ പോകുന്നു. മാത്രവുമല്ല, F-16 വിമാനങ്ങൾ പ്രത്യേകം ഉപയോഗിച്ചിട്ടുണ്ടോ അതോ മറ്റു ദൗത്യങ്ങളിൽ മറ്റു വിമാനങ്ങൾക്കൊപ്പം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് F-16 വിമാനം ഒരു അറ്റാക്കിന് പോയാൽ F-35 വിമാനങ്ങളും ഒപ്പമുണ്ടാകും. ഗാർഡായി അവർക്കൊപ്പം പോകും. എന്നാൽ ഉക്രൈനിലേക്ക് F-35 അയക്കുക ഒരു സാധാരണ കാര്യമല്ല, അത് അസാധ്യമായ കാര്യമാണ്. ഇതാണ് ഇപ്പോഴുള്ള സ്ഥിതി. ഈ F-16 ഒപ്പം പോകാൻ അമേരിക്ക ഇപ്പോൾ പുതിയ വിമാനങ്ങൾ തയ്യാറാക്കുകയാണ്. നേരത്തെ സ്വീഡൻ ഒരു അറിയിപ്പ് നൽകി കഴിഞ്ഞു, ഞങ്ങളുടെ AWACS വിമാനങ്ങൾ എത്രയും വേഗം ഉക്രൈന് നൽകുമെന്ന്. അങ്ങനെയെങ്കിൽ ഈ വിമാനങ്ങൾ F-16 വിമാനങ്ങളെ പിന്തുണയ്ക്കുകയാണെങ്കിൽ റഷ്യയ്ക്കും ഖാർക്കീവിനും ഇടയിൽ പറക്കുന്ന റഷ്യയുടെ വിമാനങ്ങൾ F-16 വേട്ടയാടാൻ സാധിക്കും. ഇതെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ആദ്യത്തെ ചോദ്യം, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടായിരിക്കും. ഖാർക്കീവ് മേഖലയിൽ വെച്ച് റഷ്യയെ ആക്രമിക്കാൻ ഉക്രൈൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട്? അതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. മറ്റു പ്രദേശങ്ങളിൽ ഖെർസോൺ മേഖല, ഡോൺബാസ് മേഖല, സെഫ്രോഷ്യ പ്രദേശം, ഈ പ്രദേശങ്ങളിലെല്ലാം യുദ്ധം നടക്കുന്നുണ്ടെങ്കിലും ഖാർക്കീവ് മേഖലയിൽ റഷ്യയ്ക്ക് വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ നമ്മൾ ആദ്യം ഈ മേഖലയെ കൗണ്ടർ ചെയ്യണം. അല്ലാത്ത പക്ഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ റഷ്യ മുഴുവൻ പ്രദേശവും പിടിച്ചെടുക്കുമെന്ന ഭയം ഉക്രൈനുണ്ട്. മാത്രവുമല്ല, റഷ്യ ഈ മേഖലയിൽ ധാരാളം ഗ്ലൈഡഡ് ബോംബുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഗ്ലൈഡഡ് ബോംബുകൾ ഉപയോഗിക്കുമ്പോൾ റഷ്യയ്ക്ക് വലിയ നേട്ടവുമുണ്ട്. ഉക്രൈൻ അതേസമയം വളരെയധികം പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട്. അത് എങ്ങനെയാണെന്നറിയാമോ? സാധാരണഗതിയിൽ ഒരു ബോംബ് ഇടണമെങ്കിൽ അതിന്റെ ലക്ഷ്യത്തെത്താൻ അത് ആ പ്രദേശത്തിന് മുകളിലൂടെ പറക്കണം. അല്ലെങ്കിൽ ഒരു നിശ്ചിത ദൂരത്തിൽ നിന്ന് വിക്ഷേപിച്ചാൽ അതതിന്റെ എഞ്ചിൻ ശരിയായി ഓണാക്കി ലക്ഷ്യത്തിലെത്തും. എന്നാൽ ഇതിലെ വലിയ പ്രശ്നം, അതിന്റെ എഞ്ചിനുകൾ ഓണായി ആക്റ്റീവായി റേഡാർ ഓൺ ചെയ്ത് ടാർഗറ്റിനെ കണ്ടുപിടിക്കുന്ന മിസൈലിനെ ഒരു ഇലക്ട്രോണിക് വാർഫെയർ സൂട്ട് ഉപയോഗിച്ച് എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. അത് കണ്ടെത്താനും ജാം ചെയ്യാനും കഴിയും. അതുപോലെ വ്യോമ പ്രതിരോധ മിസൈലിനും ഇവയെ എളുപ്പത്തിൽ തടസ്സപ്പെടുത്താൻ സാധിക്കും. എന്നാൽ ഗ്ലൈഡഡ് ബോംബുകളുടെ കാര്യം വരുമ്പോൾ ഒരു സാധാരണ സ്ഫോടക വസ്തുവിൽ 2 ഫിംഗർ ഫിക്സ് ചെയ്ത് അത് ഗ്ലൈഡ് ചെയ്ത് ഏകദേശം 50-60 കിലോമീറ്റർ സുരക്ഷിതമായ ദൂരത്തിൽ നിന്ന് ശത്രുവിന്റെ വിമാനത്തിലൂടെ വിക്ഷേപിക്കുകയും ലക്ഷ്യത്തിലെത്തുകയും ചെയ്യും. മിക്കപ്പോഴും ഈ ഗ്ലൈഡഡ് ബോംബുകൾ GPS സിഗ്നലുകൾ ഉപയോഗിക്കാറില്ല. പകരം അവർ റിംഗ് ബേസ്ഡ് ഗൈറോസ്കോപ്പ് അല്ലെങ്കിൽ ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം, ഇങ്ങനെ മറ്റ് അനലോഗ് സിസ്റ്റങ്ങളും ഉപയോഗിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇലക്ട്രോണിക് വാർഫെയർ സൂട്ടുകൾക്ക് ഇവ ഒരു സ്വപ്നമായി മാറും. വ്യോമ പ്രതിരോധ മിസൈലുകളിൽ നിന്നും സ്വയം പ്രതിരോധിക്കാനും ഇവയ്ക്ക് കഴിയും. ഈ ഗ്ലൈഡഡ് ബോംബുകൾ റഷ്യ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, റഷ്യയുടെ പ്രദേശത്തു നിന്ന് അവരുടെ ടെറിട്ടറിക്കുള്ളിൽ നിന്നും ഈ ബോംബുകൾ ലോഞ്ച് ചെയ്യും. തിരികെ സേഫായി അവരുടെ വ്യോമതാവളത്തിലേക്ക് മടങ്ങുകയും ചെയ്യും. ഇത് ഉക്രൈൻ ഇപ്പോൾ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഉക്രൈൻ ചിന്തിച്ചത് F-16 വരട്ടെ, എന്നിട്ട് ഖാർക്കീവ് റീജിയണിൽ നിന്ന് നമ്മുടെ എയർ സ്പേസിൽ നിന്നുകൊണ്ട് തന്നെ റഷ്യൻ വ്യോമാതിർത്തിയിൽ പറക്കുന്ന റഷ്യൻ വിമാനങ്ങളെ ഉക്രൈൻ നശിപ്പിക്കാൻ കഴിയും. ഇതിന് കാരണം റഷ്യയുടെ യഥാർത്ഥ പ്രദേശത്തു നിന്നും ഫ്രണ്ട് ലൈനിൽ നിന്നും 20-25 കിലോമീറ്റർ മാത്രം അകലെയാണ് റഷ്യ വന്നിട്ടുള്ളത്. അതിനാൽ F-16 വിമാനങ്ങൾക്ക് ഈ ദൂരത്തിൽ എളുപ്പത്തിൽ എത്തിച്ചേരാനാകും. ഇപ്പോ F-16 ഒറ്റയ്ക്ക് വരാൻ പോകുന്നില്ല. ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ അല്ലെങ്കിൽ വിഷ്വൽ റേഞ്ച് മിസൈൽ, ഇങ്ങനെ 160 കിലോമീറ്റർ വരെ പോയി അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന മിസൈലുകളുമായാണ് F-16 വിമാനങ്ങൾ വരാൻ പോകുന്നത്. അങ്ങനെ ഖാർക്കീവിൽ റഷ്യയുടെ യുദ്ധവിമാനങ്ങൾ വേട്ടയാടാൻ ഉക്രൈൻ പദ്ധതിയിട്ട് കഴിഞ്ഞു. F-16 US ആർമി ഉപയോഗിച്ചപ്പോഴെല്ലാം F-35 എസ്കോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതുപോലെ ഉക്രൈനിൽ നടക്കില്ല. അതിനാൽ ഈ F-16 ഏതാണ് സപ്പോർട്ടായി പ്രവർത്തിക്കുന്നത്, ടാർഗറ്റിനെ കണ്ടുപിടിച്ചു നൽകാൻ ഏത് വിമാനം ഉപയോഗിക്കാൻ കഴിയും എന്ന് ചോദിച്ചാൽ 2 AWACS വിമാനങ്ങൾ, എയർബോൺ ഏർലി വാർണിംഗ് റേഡാർ സിസ്റ്റം ഉക്രൈന് നൽകുമെന്ന് സ്വീഡൻ പ്രഖ്യാപിച്ചു. ഈ F-16 വിമാനങ്ങൾ ഖാർക്കീവ് മേഖലയിൽ ചെയ്യാൻ പോകുന്ന അറ്റാക്കിന് ഒരു പ്രധാന പങ്ക് വഹിക്കാൻ പോകുന്നത് ഈ AWACS ആണ്. 800 കിലോമീറ്റർ കൂടുതലുള്ള ഏരിയൽ ടാർഗറ്റിനെ ഇവയ്ക്ക് എളുപ്പത്തിൽ കണ്ടെത്താനാകും. ഉക്രൈന്റെ യുദ്ധവിമാനങ്ങളിലേക്ക് ഈ ഡാറ്റ കൈമാറാനും കഴിയും. അതാണ് ഇതിനുള്ള കാരണം. ഇതിൽ ഇത്രയും ദിവസം ഉക്രൈൻ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം, നേരത്തെ തന്നെ ഈ AWACS വിമാനങ്ങൾ നൽകിയാലും അതെല്ലാം വെസ്റ്റേൺ കൺട്രീസ് മെയ്ഡ് വിമാനങ്ങളാണ്. അത് പരിശീലിപ്പിക്കാനും അതിലെ കോർഡിനേറ്റുകൾ പ്രോസസ് ചെയ്യാനും ഇവർക്ക് ധാരാളം സമയം വേണ്ടിവരും.
എന്നാൽ F-16 പരിശീലനത്തിനു ശേഷം പാശ്ചാത്യ രാജ്യങ്ങളുടെ യുദ്ധവിമാനങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്നും പാശ്ചാത്യ രാജ്യങ്ങളുടെ വിവരങ്ങൾ എങ്ങനെ പ്രോസസ് ചെയ്യണമെന്നും അവർക്ക് ക്ലിയറായ ഒരു ഐഡിയ കിട്ടി. ഈ അനുഭവം ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ റഷ്യൻ ടെറിട്ടറിക്കുള്ളിൽ നിന്നും ഒരു വിമാനം ടേക്ക് ഓഫായി പറക്കാൻ തുടങ്ങിയാൽ അത് ഉക്രൈനെ കൊണ്ട് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ക്യാപ്ചർ ചെയ്താൽ ആ വിമാനങ്ങളെ നശിപ്പിക്കാൻ ഒരു ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ ഈ F-16 നിന്നും ഫയർ ചെയ്യാനും കഴിയും. ഇത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം സൃഷ്ടിക്കും. ഈ രണ്ട് കോംബോ ചേർന്ന് റഷ്യൻ വിമാനങ്ങളെ നശിപ്പിക്കുമോ? റഷ്യയ്ക്ക് ഈ ഉക്രൈൻ കാരണം എന്തെങ്കിലും നഷ്ടമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ, റീസെന്റായി ഉക്രൈൻ റഷ്യയുടെ AWACS നശിപ്പിച്ചു. ഇത് റഷ്യയും അംഗീകരിച്ചതാണ്. അത്തരം വിമാനങ്ങളെ നശിപ്പിക്കുക എന്നത് റഷ്യയുടെ ഒരു ധൈര്യമാണ്. കാരണം ഈ വിമാനം കൂടുതൽ പണം ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ റഷ്യയ്ക്ക് അവയെ എങ്ങനെ നശിപ്പിക്കണമെന്ന മെത്തേഡ് നന്നായി അറിയാം. അകത്തേക്ക് വരുന്ന ഈ രണ്ട് വിമാനങ്ങളെയും റഷ്യൻ ടെറിട്ടറിക്കുള്ളിൽ നിന്ന് തന്നെ മിസൈൽ ആക്രമണം നടത്തുകയും ഈ രണ്ട് വിമാനങ്ങളെയും നശിപ്പിക്കുകയും ചെയ്യും. മറുവശത്ത് റഷ്യ ഈ F-16 വിമാനങ്ങളെ നശിപ്പിക്കാൻ ഏത് വിമാനങ്ങളാണ് ഉപയോഗിക്കാൻ പോകുന്നത്? F-16കൾക്കെതിരെ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ അവർ Su-35 വിമാനങ്ങൾ കളമിറക്കും. Su-35 വന്നാൽ അതിലുള്ള ഹൈപ്പർസോണിക് എയർ ടു എയർ മിസൈലിനെ നേരിടുക എന്നത് F-16 വലിയൊരു പ്രശ്നമായി മാറും. അതവർക്ക് വലിയ ജോലിയായിരിക്കും. എന്നാൽ കാർഖീവ് റീജിയണിൽ റഷ്യക്കെതിരെ F-16 ഉപയോഗിക്കാനുള്ള ഉക്രൈന്റെ തീരുമാനം വളരെ ധീരമായൊരു തീരുമാനമാണ്. കാരണം ആക്റ്റീവായി അവിടെ യുദ്ധം നടക്കുന്നുണ്ട്. അവിടെ പോയാൽ തങ്ങൾക്ക് പ്രശ്നം വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഉക്രൈൻ ഈ തീരുമാനമെടുത്തത്. മാത്രമല്ല ഉക്രൈന് ഇത് ചെയ്തേ തീരൂ. മറ്റേതെങ്കിലും മുന്നണിയിൽ F-16 കൊണ്ടുവന്ന് നിർത്തിയാൽ പാശ്ചാത്യ രാജ്യങ്ങൾ ചോദ്യം ഉന്നയിക്കും. പ്രശ്നം ഒരിടത്തല്ലേ സംഭവിക്കുന്നത്? അവിടെ വിമാനങ്ങൾ അയക്കുന്നതിന് പകരം മറ്റ് പ്രദേശങ്ങളിലേക്ക് യുദ്ധവിമാനം അയക്കേണ്ടതിന്റെ ആവശ്യകത എന്ത് എന്ന് ചോദിക്കും. ഇതിനു വേണ്ടിയാണോ നീ ഇത്രയും കാലം ഞങ്ങളോട് വിമാനം ആവശ്യപ്പെട്ടത്? ഇങ്ങനെ അവർ ഉക്രൈനോട് അത്തരം ചോദ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ടാണ് ഉക്രൈൻ ഇത്തരമൊരു ധീരമായ തീരുമാനമെടുത്തത്. പക്ഷേ റഷ്യയ്ക്ക് ഈ യുദ്ധത്തിൽ വിജയിക്കാൻ ധാരാളം അവസരങ്ങളുണ്ട്. കാരണം എത്ര തന്നെ F-16 വിമാനങ്ങളെ അതിനവീന വിമാനങ്ങളായി മോഡിഫൈ ചെയ്ത് ഉക്രൈന് നൽകിയാലും അതെല്ലാം പഴയ വിമാനങ്ങളാണ്. ഉക്രൈന് F-16 അപ്ഡേറ്റഡ് വേർഷൻസ് ലഭിക്കാൻ പോകുന്നില്ല. കൂടാതെ നേരത്തെ F-16 ഉപയോഗിച്ചിരുന്ന ഒരു പൈലറ്റ് പറഞ്ഞത് സോവിയറ്റ് Su-27 വിമാനങ്ങൾ ഒരു ഡോഗ് ഫൈറ്റിൽ F-16 തുടച്ചു നീക്കും. F-16 എത്ര തന്നെ മികച്ചതാണെങ്കിലും അവയ്ക്കൊരു വിഷ്വൽ റേഞ്ചിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയില്ല. അതിന്റെ മാനുവറിംഗ് സോവിയറ്റ് വിമാനങ്ങളുടെ അടുത്ത് പോലും എത്തിയിട്ടില്ല എന്ന്. ഇപ്പോൾ നടക്കാൻ പോകുന്നതും ഒരു വിഷ്വൽ റേഞ്ചിലുള്ള യുദ്ധമാണ്. അത് കൺഫേം ആയിട്ടുണ്ട്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. ഒരു ഭാഗത്ത് റഷ്യൻ വിമാനങ്ങൾ, മറ്റൊരു ഭാഗത്ത് അമേരിക്കൻ വിമാനങ്ങൾ. ഇവ ബാറ്റിൽ ഫീൽഡിൽ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് കാണാൻ ലോകം തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ യുദ്ധത്തിന്റെ അവസാനം എന്തായിരിക്കും? നിങ്ങളുടെ അഭിപ്രായത്തിൽ റഷ്യൻ പോരാളികളെ പരാജയപ്പെടുത്താൻ F-16 കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.